Good afternoon. Good afternoon, Miss. Good afternoon. Welcome to the Okay. ഓണമൊക്കെ എങ്ങനെയുണ്ടായി എല്ലാവർക്കും? ആഘോഷിച്ചോ? സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും? നമ്മളെ ഹോസ്പിറ്റൽ വാർഡ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഇനി ഫാക്ടേഴ്സ് അല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? Factors involved in good ward management. ഒരു വാർഡ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഏതെല്ലാം ഫാക്ടേഴ്സുകൾ വേണം, ഏതൊക്കെ ഘടകങ്ങളാണ് വേണ്ടത്, എങ്ങനെ ഒരു വാർഡ് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാം? ചാപ്റ്റർ 10. Hospital wards. Chapter 10. Hospital ward. Okay. Okay. ശ്രദ്ധിക്കട്ടോ. Follow policies and protocols. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഒരു വാർഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഒരു വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഏതൊക്കെ പോളിസീസ് ആയിരിക്കാം ഒരു വാർഡിൽ ഉണ്ടായിരിക്കേണ്ടത്? എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെ പോളിസീസ് ഉണ്ടായിരിക്കാം? സന്ദർശകർക്ക് പ്രത്യേകമായ ഒരു സമയം നിർദ്ദേശിച്ചിരിക്കാം അല്ലെ? ഒരു വിസിറ്റിംഗ് ടൈം ഉണ്ടായിരിക്കും. സൈലൻസ് കീപ്പ് ചെയ്യുക അല്ലെ? എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വളരെ സൈലൻസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും. സൈലന്റ് ആയിട്ടൊരു എൻവയോൺമെന്റ് ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുന്നത്? വാർഡില് ഫോളോ ചെയ്യേണ്ടത്. പിന്നെ എന്തൊക്കെയാണ്? പ്രത്യേകം സൈൻ ബോർഡ്സുകൾ നിർദ്ദേശിച്ചിരിക്കുന്നു. സൈൻ ബോർഡ്സുകൾ എന്തുമായി ബന്ധപ്പെട്ട സൈൻ ബോർഡുകളാണ് വാർഡിൽ ഉണ്ടാവുക? അരുണിമ, എന്തൊക്കെ സൈൻ ബോർഡുകൾ ഉണ്ടാവാം? എന്തൊക്കെ സൈൻ ബോർഡ്സുകൾ ഒരു വാർഡിൽ ഉണ്ടാവും? സൈൻ ബോർഡ് കണ്ടിട്ടില്ലേ നമ്മള്? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സൈൻ ബോർഡുകൾ എന്തൊക്കെയാണ്? നിശബ്ദത പാലിക്കുക, പിന്നെ അതുപോലെ എന്താണ്? പ്ലാസ്റ്റിക്കുകൾ ഇവിടെ എന്താണ് നിക്ഷേപിക്കാതിരിക്കുക, ഡിസ്പോസ് ചെയ്യാതിരിക്കുക, എൻട്രി എക്സിറ്റ്, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. ഓക്കെ, അങ്ങനെ പല നിർദ്ദേശങ്ങൾ എന്താണ് ഒരു വാർഡില് മുന്നിൽ തന്നെ ചിലപ്പോ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. നോ സ്മോക്കിംഗ്. ഓക്കെ, ഒരു അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും എൻവയോൺമെന്റ് അടക്കം ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ വരെ എന്താണ് ഒരു വാർഡ് പ്രോട്ടോകോൾസിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള നിയമാവലികള് ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്യുന്ന എന്താ സംഭവിക്കുന്നത്? ആ വാർഡ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പോളിസീസും പ്രോട്ടോകോൾസുകളും എല്ലാ നിയമാവലികളും ഫോളോ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, knowledge of all duties to be performed in the ward. Knowledge of all duties to be performed in the ward.
ഒരു വാർഡില് ചെയ്യേണ്ട ഡ്യൂട്ടികളെ പറ്റി എന്താണ് അറിവുണ്ടായിരിക്കണം. ഒരു വാർഡിൽ ചെയ്യേണ്ട ഡ്യൂട്ടീസ്, അതായത് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ, കുറച്ച് കർത്തവ്യങ്ങളുണ്ട്, അതിനെ പറ്റിയുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ ഒന്ന് നോക്കി, ഏതൊക്കെയാണ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ വാർഡ്? ഏതൊക്കെ ഡ്യൂട്ടീസ് ആണ് ഒരു വാർഡിൽ ഉണ്ടായിരിക്കുക? ഏതൊക്കെയായിരിക്കാം? നോട്ട് ചെയ്യാട്ടോ. പേഷ്യന്റ് കെയർ, പേഷ്യന്റ് കെയർ, പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയറിൽ എന്താണ് വരുന്നത്? വാർഡ് നഴ്സ് പ്രൊവൈഡ് ഡയറക്റ്റ് കെയർ അല്ലെ, ഒരു വാർഡ് നഴ്സ് ആണ് പേഷ്യന്റിന് ഡയറക്റ്റ് ആയിട്ട് കെയർ നൽകുന്നത്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതും ട്രീറ്റ് ചെയ്യുന്നതും ആരാണ്? വാർഡ് നഴ്സിന്റെ കേൾക്കാമോ? കേൾക്കാമോ? ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ ഏതൊക്കെ ഡ്യൂട്ടീസ് ആണ് ഒരു വാർഡിൽ നമ്മൾ ചെയ്യേണ്ടത്? മിസ്സിനെ കാണുന്നില്ല, ഇപ്പൊ കാണാമോ? എന്താണ് ഫസ്റ്റ് പറഞ്ഞ എന്താണ്? പേഷ്യന്റ് കെയർ അല്ലെ, പേഷ്യൻസിന് കൃത്യമായിട്ട് കെയർ കൊടുക്കുക, അവരുടെ നീഡ്സ്, അവർക്ക് വേണ്ട ആവശ്യങ്ങള് കൃത്യമായി ചെയ്തു കൊടുക്കുക. ദെൻ അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടത് ഒരു വാർഡിന്റെ ഉത്തരവാദിത്തമാണ്. ഫസ്റ്റ് എന്താണ്? പേഷ്യന്റ് കെയർ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, പേഷ്യന്റ് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. പേഷ്യന്റ് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പേഷ്യന്റ് സപ്പോർട്ട്, പേഷ്യൻസിന് സപ്പോർട്ട് കൊടുക്കുന്നു. പേഷ്യൻസിന് സപ്പോർട്ട് കൊടുക്കുന്നത് വാർഡിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു വാർഡ് നഴ്സിന്റെ അല്ലെങ്കിൽ വാർഡ് നഴ്സിന്റെ ഉത്തരവാദിത്തമാണെന്ത്? പേഷ്യൻസിന് സപ്പോർട്ട് കൊടുക്കുന്നത്. ഡ്യൂട്ടീസ് ആണ് പറയുന്നത്, വാർഡിന്റെ ഡ്യൂട്ടീസ്. വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് വാർഡ്? ഇവിടെ സെക്കൻഡ് പോയിന്റിൽ പറയുന്നില്ലേ, നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. അവിടെ എന്താ പറയുന്നത്? അവിടെ ഡ്യൂട്ടീസിന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. എന്താണ്, ഏതൊക്കെ ഡ്യൂട്ടീസ് ആണെന്നാണ് ടീച്ചർ പറയുന്നത്? ക്ലിയർ ആണോ? ഏതൊക്കെയാണ് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്? പേഷ്യന്റ് കെയർ, പേഷ്യൻസിന്റെ കെയർ നൽകുക. അതുപോലെ തന്നെയാണ് പേഷ്യന്റ് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, പേഷ്യൻസ് സപ്പോർട്ട് കൊടുക്കുക. ദെൻ പേഷ്യൻസ് ഹൈജീൻ, പേഷ്യൻസിന്റെ ശുചിത്വം ഉറപ്പുവരുത്തുക. പേഷ്യന്റ് ഹൈജീൻ. Then patient admission and discharge process. Patient admission and discharge process. Patient admission and discharge process. And hospital cleanings. And hospital cleanings or ward cleanings. ഏതൊക്കെയാണ് ഡ്യൂട്ടീസിൽ വരുന്നത്? പേഷ്യന്റ് കെയർ, പേഷ്യന്റ് സപ്പോർട്ട്സ്,
then patient discharge and admission and discharge processor, hospital cleanliness, then patient records and patient hygiene. ഇത്തരം കാര്യങ്ങളാണ് ഒരു വാർഡില് പെർഫോം ചെയ്യപ്പെടുന്നത്. അത് പ്രധാനപ്പെട്ട ഡ്യൂട്ടികളിൽ വരുന്നത്. ഓക്കെ, അതവിടെ കൊടുത്തിട്ടില്ല ഏതൊക്കെ ഡ്യൂട്ടീസ് എന്നാണ് ഞാൻ എക്സ്പ്ലനേഷൻ തന്നത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? Then third point, a planned program for each day's work. A planned program for each day's work. ഒരു വാർഡിൽ ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടീസും അല്ലെ, എല്ലാ ഡ്യൂട്ടീസും തന്നെ എന്താണ് അവര് നേരത്തെ തന്നെ എന്താണ് ഓരോ ദിവസത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്ലാൻ ചെയ്യുന്നു, പ്രത്യേക രീതിയിൽ അത് ആസൂത്രണം ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അത്തരം രീതിയിൽ അത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടൈമൊന്നും എടുക്കാതെ തന്നെ അത് ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കുന്നു. ഓരോ ദിവസത്തിന്റെയും റുട്ടീൻസ് അവര് നേരത്തെ തന്നെ ഒരു വാർഡിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ഡ്യൂട്ടീസുകൾ ചെയ്യാനായിട്ട് അവര് കൃത്യമായ രീതിയിൽ അത് പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. ഓക്കെ ആണോ പോയിന്റ്? വാർഡിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവർ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു, പ്ലാൻ ചെയ്ത് വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ ദിവസത്തെയും ജോലി ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവര് പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, then fourth point പറയട്ടെ. Fourth point, beginning the day on time. Beginning the day on time. എന്താണ്? കൃത്യസമയത്ത് തന്നെ വാർഡിന്റെ പ്രവർത്തനങ്ങൾ അവര് ആരംഭിക്കുന്നു. കൃത്യസമയത്ത് തന്നെ വാർഡ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഒരു കൃത്യമായ ഒരു ടൈം ഉണ്ടായിരിക്കും അല്ലെ? 6 മണി മോർണിംഗ്, രാവിലെ തന്നെ 6 മണിക്കാണത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. കൃത്യമായ ഒരു ടൈം അവര് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. കൃത്യമായ ടൈമിൽ തന്നെ അവരെന്താണ് അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ശരിയായ ക്രമീകരണങ്ങൾ അവര് എന്താണ് തയ്യാറെടുത്തിട്ടുണ്ടാകാം, അത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാകും. കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന്. യെസ്, ഇപ്പൊ രാത്രിയിലത്തെ ഷിഫ്റ്റ്, രാവിലത്തെ ഷിഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ എന്താണ് അവർ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ അവര് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. 6 മണി എന്നുണ്ടെങ്കിൽ 6 മണിക്ക് തന്നെ രാവിലെ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ ആ പോയിന്റ്? Okay, preventing interruptions, establishment of ward routine. Preventing interruptions, establishment of ward routine. എന്താണ് പറയുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ഇന്ററപ്ഷൻസ് ആണ് ഉണ്ടാവുന്നത് ഒരു വാർഡില്? അതായത് വിസിറ്റേഴ്സ് അല്ലെ, അനാവശ്യ സമയത്തുള്ള വിസിറ്റേഴ്സിന്റെ പ്രവാഹം അല്ലെ. അതായത് ആ ഹോസ്പിറ്റൽ വാർഡ് റുട്ടീനെ തെറ്റിക്കുന്ന തരത്തില് ഒരു കൃത്യസമയം അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ഒരു ടൈമിലല്ലാതെ, വിസിറ്റിംഗ് ടൈമിലല്ലാതെ തന്നെ എന്താണ് പുറത്തുനിന്ന് ആൾക്കാര് തോന്നിയ സമയത്തൊക്കെ എന്താണ് ആ വാർഡിലേക്ക് പ്രവേശിക്കുന്നത് എന്താണ് ആ വാർഡിന്റെ റുട്ടീൻ തകർക്കുന്നതിന് കാരണമാകുന്നു. അവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന്, അവിടുത്തെ പ്രവർത്തനങ്ങളെ നിലയ്ക്കുന്നതിന് കാരണമാകുന്നു. അത്തരത്തിലുള്ള ഇന്ററപ്ഷൻസ് ഒന്നും ഇല്ലാതിരിക്കണം. അത്തരത്തില് തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെയായിരിക്കണം ആ വാർഡ് പ്രവർത്തിക്കേണ്ടത്. പുറത്തുനിന്ന് അനാവശ്യമായി തന്നെ ആരും കയറി വരാനായിട്ട് പാടുള്ളതല്ല. എന്തിനു മോശമാണ്? ആ വാർഡിന് തന്നെ
ആ വാർഡിന്റെ റൂട്ടീന് തന്നെ അത് തടസ്സമായേക്കാം. ഓക്കെ ആണോ പോയിന്റ്? Use of democratic methods in establishment of ward policy. Use of democratic methods in the establishment of ward policy. എന്താണ് പറയുന്നത്? അതായത് ഒരു വാർഡിലെ മുഴുവൻ ജീവനക്കാരെ ഒരേപോലെ അല്ലെ, എല്ലാ ജീവനക്കാരുടെയും പങ്കാളിത്തം ഒരേപോലെ പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കണം ആ വാർഡ് പ്രവർത്തിക്കേണ്ടത്. എല്ലാവർക്കും ഐക്യമായിട്ട് തന്നെ പ്രവർത്തിക്കാനുള്ള അവസരം, എല്ലാ വാർഡ് വർക്കേഴ്സിനും ഐക്യമായിട്ട് തന്നെ പ്രവർത്തിക്കാനുള്ള, അതായത് ഒരുപോലെ അവർക്ക് പങ്കാളിത്തം ഉണ്ടാവാനുള്ള അല്ലെ, ഒരു ഐക്യ യൂണിറ്റി ഉണ്ടാവാനുള്ള ഒരു തരത്തിലുള്ള മെത്തേഡ്സുകളായിരിക്കണം ഒരു വാർഡില് സ്വീകരിക്കേണ്ടത്. ഓക്കെ, ആർക്കും തന്നെ ഒരു പാർഷ്യാലിറ്റി ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും അധികം എന്താണ്, എല്ലാവരെയും ഒരേപോലെ കാണുന്ന രീതിയിലായിരിക്കണം നമ്മുടെ നയങ്ങൾ അല്ലെങ്കിൽ മെത്തേഡ്സുകള് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. Next point, orientation of new staff members. Orientation of new staff members. എന്താണ് ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല്? പുതിയ ജീവനക്കാരെ നിയമിക്കുന്ന ടൈമിൽ അല്ലെ, പുതിയ ആശുപത്രി വർക്കേഴ്സിനെ നിയമിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ വാർഡ് മെമ്പേഴ്സിന് എന്താണ് പ്രത്യേക ട്രെയിനിങ് നൽകുന്നത് അല്ലെ. ഒരു വാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നിയമങ്ങളാണ് അവിടെ പിന്തുടരേണ്ടത്, എന്തെല്ലാം തരത്തിലുള്ള ടീംസ് ആണ് അവിടെ സ്വീകരിക്കേണ്ടത് എന്നതിനെ പറ്റി കൃത്യമായ നിർദ്ദേശങ്ങള് ആർക്ക് നൽകുന്നുണ്ട്? പുതിയ ന്യൂ മെമ്പേഴ്സിന് നൽകുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക രീതിയിലുള്ള ഓറിയന്റേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ആ വാർഡ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഏത് മെമ്പേഴ്സ് ആണെങ്കിലും എന്താണ്, ആ വാർഡുമായിട്ട് അവർ നല്ല രീതിയിൽ അത് ഇഴകി ചേർന്ന് പോകണം അല്ലെ. അവരുടെ ഉത്തരവാദിത്തം, വാർഡിനുള്ള ഉത്തരവാദിത്തം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയുള്ള പരിശീലനങ്ങള് നൽകുന്നത്. ഓക്കെ, ഓക്കെയാണോ പോയിന്റ്? ഓറിയന്റേഷൻ ഓഫ് ന്യൂ മെമ്പേഴ്സ് ഓക്കെയാണോ? Okay. അടുത്ത point, maintenance of a suitable environment. Maintenance of a suitable environment. Yes, ഏത് തരത്തിലുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം ഒരു ഗുഡ് വാർഡിന് ഉണ്ടായിരിക്കേണ്ടത്? ഒരു വാർഡില് അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായും എന്താണ് വേണ്ടത്? നിശബ്ദമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത്. സൈലൻസ് ആയിരിക്കണം അല്ലെ. ഒരുപാട് ബഹളമൊന്നും എന്താണ് വാർഡില് ഉണ്ടാകാനായിട്ട് പാടില്ല. മാത്രമല്ല നല്ല രീതിയിലുള്ള വായു സഞ്ചാരം, എയർ ഫിൽട്രേഷൻ അല്ലെ, നല്ല രീതിയിലുള്ള വായു സഞ്ചാരം വാർഡില് ഉണ്ടായിരിക്കണം. ജേം ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം. യാതൊരുവിധ അണുക്കളൊന്നും തന്നെ എവിടെ ഉണ്ടാവാൻ പാടില്ല, വാർഡുകളില് ഉണ്ടാക്കാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സുകൾ അവിടെ ഉപയോഗിച്ചിരിക്കണം. രോഗികൾക്ക് ശാന്തമായ ഒരു അന്തരീക്ഷം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്, അവിടെ ഒരു സൈലൻസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലൊരു ചുറ്റുപാടായിരിക്കണം എല്ലാ പേഷ്യൻസിനും ഉണ്ടായിരിക്കേണ്ടത്. ഒരു വാർഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതകളിൽ ഒന്ന് തന്നെയാണ് എന്ത്, ആ വാർഡ് വളരെ ശുദ്ധമായും അതുപോലെ തന്നെ എന്താണ് സൈലൻസ് ആയിട്ടും വിശുദ്ധമായിട്ടും കൊണ്ടുപോകേണ്ടത് ഒരു ഗുഡ് വാർഡ് മാനേജ്മെന്റിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. ഓക്കെയാണോ? മെയിൻ്റെനൻസ് ഓഫ് എ സ്യൂട്ടബിൾ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് മനസ്സിലായോ? അത്
മനസ്സിലായ കുട്ടികളെ? ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞോട്ടെ. Provision of supplies and equipment for efficient work. Provision of supplies and equipment for efficient work. എന്താണ് പറയുന്നത്? ഒരു വാർഡിലെ പ്രത്യേക ഉപകരണങ്ങൾ അല്ലെ, എക്യുപ്മെന്റ്സുകൾ എന്താണ്, അത് കൃത്യമായ രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായി അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. എന്താണ്, ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളെ കാര്യക്ഷമമായിട്ട് എന്താണ്, ഏത് തരം എക്യുപ്മെന്റ്സ് ആണോ വാർഡുകൾ ഉണ്ടായിരിക്കണം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവയായിരിക്കണം. ഓക്കെ, ഒരു വാർഡിൽ ഏതെല്ലാം തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും? ഏതെല്ലാം തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും? ഏതൊക്കെ എക്യുപ്മെന്റ്സുകളാണ് ഒരു വാർഡിൽ ഉണ്ടായിരിക്കുക? ഓക്സിജൻ സിലിണ്ടർ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഓക്സിജൻ സിലിണ്ടർ, ട്രിപ്പിൾ സ്റ്റാൻഡ് കണ്ടിട്ടില്ലേ? ട്രിപ്പിൾ സ്റ്റാൻഡ്. യെസ്. അതർ ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്സ് അല്ലെ, BP നോക്കുന്നതും ഫീവർ നോക്കുന്നതും ഒക്കെയുള്ള തെർമോമീറ്റേഴ്സ്. പിന്നെ എന്തൊക്കെയാണ്? അവിടെ ഉപയോഗിക്കുന്ന എല്ലാ തരം എക്യുപ്മെന്റ്സുകളും എന്താണ്, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവയായിരിക്കണം. അത്രയും മനസ്സിലാക്കുക. ഓക്കെ, ഏതെങ്കിലും കേടുപാടുള്ളതാണെങ്കിൽ അവ ഉടനടി തന്നെ എന്താണ്, നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, then clear cut doctors and nurses orders. Clear cut doctors and nurses orders. എന്താണ് ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡർ എന്ന് പറഞ്ഞാല്? ഒരു നല്ല വാർഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തന്നെ എന്താണ്, ഡോക്ടേഴ്സിന്റെ ഓർഡറോ നഴ്സുമാരുടെ ഓർഡേഴ്സോ എന്താണ് നമ്മള് കൃത്യമായിട്ട് പാലിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അവർ അവരുടേതായ എന്തെങ്കിലും ഓർഡേഴ്സ് നൽകുന്നത്? രോഗികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ, പേഷ്യൻസിന്റെ കെയറിന് വേണ്ടിയിട്ടാണ് അവരെ കൃത്യമായ നിർദ്ദേശങ്ങളും ഓർഡേഴ്സുകളും നമുക്ക് തരുന്നത്. ഓക്കെ, അതായത് ഒരു രോഗിയുടെ കാര്യത്തിൽ പേഷ്യന്റ് റെക്കോർഡ്സിൽ യാതൊരുവിധ പിശകുകളോ മിസ്റ്റേക്കുകളോ സംഭവിക്കാൻ പാടുള്ളതല്ല. അതിനാൽ തന്നെ ഡോക്ടേഴ്സും നഴ്സുമാരും നൽകുന്ന നിർദ്ദേശങ്ങള് കൃത്യമായിട്ട് പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ കണ്ടിട്ടില്ല, നമ്മളുടെ പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടേഴ്സ് സൈൻ ചെയ്ത് അല്ലെ, എഴുതി ഒപ്പിടുന്നുണ്ട് അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു വാർഡിൽ വെച്ചിട്ട് സൈൻ ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ അവരുടെ ഭാഗത്തു നിന്നും വരാൻ പാടുള്ളതല്ല അല്ലെ. കൃത്യമായ രീതിയിൽ അത് വെരിഫൈ ചെയ്തതിനു ശേഷമാണ് അവർ സൈൻ ചെയ്യുന്നത്. ഇനി ഹോസ്പിറ്റലിൽ ഒരു പോളിസി ബുക്കുകളുണ്ട്. ആശുപത്രികളിൽ ഒരു പോളിസി ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ എഴുതേണ്ട ചില സ്റ്റാൻഡിങ് ഓർഡേഴ്സുകളുണ്ട്. ഹോസ്പിറ്റലില് പോളിസി ബുക്ക് എന്നൊരു സംവിധാനമുണ്ട്. അതിൽ എഴുതേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ് ഓർഡേഴ്സുകളുണ്ട്. ഈ സ്റ്റാൻഡേർഡ് ഓർഡേഴ്സുകള് നഴ്സുമാരാണ് നടപ്പിലാക്കുന്നത്. അതായത് ഡോക്ടേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങള് നടപ്പിലാക്കുന്നത് ആരാണ്? ആരാണ് നടപ്പിലാക്കുന്നത്? ഡോക്ടേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങള് ആരാണ്? ഒരു വാർഡില് ഡോക്ടർ നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? നഴ്സുമാരാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശങ്ങളും നഴ്സിന്റെ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കേണ്ടത് ഒരു വാർഡിന്റെ അത്യാവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ?
രണ്ടുപേരും മാത്രം ഒന്ന് ക്ലിയർ ആണെന്നായിരിക്കും. ബാക്കി ആർക്കൊക്കെ ക്ലിയർ അല്ലേ? അഥവാ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മിണ്ടാതിരിക്കുന്നതാണോ? പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ല പോയിന്റ്? ഓക്കെ. ആക്യുറേറ്റ് റെക്കോർഡ്സ് ഫുൾ റിപ്പോർട്ട്. ആക്യുറേറ്റ് റെക്കോർഡ്സ് ഫുൾ റിപ്പോർട്ട്സ് എന്താണ്? കൃത്യമായിട്ടുള്ള രേഖകള് സൂക്ഷിച്ചു വെക്കുന്നു. ഏതൊക്കെ രേഖകളാണ്? ഏതൊക്കെ റെക്കോർഡ്സുകളാണ്? ഏതൊക്കെ റിപ്പോർട്ട്സുകളാണ് സൂക്ഷിക്കുന്നത്? ക്ലിനിക്കൽ റെക്കോർഡ്സുകൾ അല്ലെ? ക്ലിനിക്കൽ റെക്കോർഡ്സുകള് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സുകള് അല്ലെ? പേഷ്യന്റുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സുകളോ ആക്യുറേറ്റ് ചെയ്ത് വെക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? നഴ്സിംഗ് റിപ്പോർട്ട്സുകള്, ഡ്യൂട്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ ഉൾപ്പെടുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സുകളില് ഉൾപ്പെടുന്നത്. ക്ലിനിക്കൽ റെക്കോർഡ്സിൽ എന്താണ് ഉൾപ്പെടുന്നത്? ക്ലിനിക്കൽ റെക്കോർഡുകളില് ക്ലിനിക്കൽ റിപ്പോർട്ട്സ്, യെസ്, ടെസ്റ്റ് റിസൾട്ട്സുകള്, പേഷ്യന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ലാബ് ടെസ്റ്റുകളൊക്കെയാണ് എന്ത് ക്ലിനിക്കൽ റിപ്പോർട്ട്സുകളില് ഉൾപ്പെടുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇവയെല്ലാം കൃത്യമായി ഈ ഇത്തരം റിപ്പോർട്ട്സുകളുടെ രേഖകള് സൂക്ഷിച്ചു വെക്കേണ്ടത് ഗുഡ് ബാഡ് മാനേജ്മെന്റിലെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ഓക്കെ. ഇത്തരത്തിലുള്ള രേഖകൾ എന്താണ് പിന്നീട് ആവശ്യം വരുമ്പോൾ എന്താണ് പരിശോധിക്കാനായിട്ട് കൂടുതൽ ഫലപ്രദമാക്കുന്നു. അടുത്ത പോയിന്റ് നോക്കിയേ. മെയിൻറ്റെയിൻസ് ഓഫ് ഹൈ മൊറൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. മെയിൻ്റെനൻസ് ഓഫ് ഹൈ മൊറൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എന്താണ്? സ്റ്റാഫുകളിലെ എല്ലാ അംഗങ്ങൾക്കിടയിലും എന്താണ് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു മനോവീര്യം ഉണ്ടാക്കിയെടുക്കുക, നിലനിർത്തുക. എന്താണ്? ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകൾക്കിടയിലും സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു മനോവീര്യം നിലനിർത്തുക എന്നതാണ്. ഓക്കെ. എല്ലാവരും വളരെയധികം സ്മാർട്ടായിട്ട് കോൺഫിഡന്റ് ആയിട്ട് നിന്നാൽ മാത്രമേ ആ വാർഡ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. Establishment of good working relationship within the ward and with other associates. Establishment of good working relationships within the ward and with other associates. എന്താണ് ആ പോയിന്റിൽ പറയുന്നത്? വാർഡിൽ മാത്രമല്ല മറ്റ് വർക്കിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് അതായത് അതർ ഡിപ്പാർട്ട്മെന്റ്സിലെ വർക്കേഴ്സിനും കൂടി എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അതർ അസോസിയേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാർഡുകൾ മാത്രമല്ല മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലും ഈ വർക്ക് ചെയ്യുന്നില്ല, അവരുമായിട്ടും എന്താണ് നല്ലൊരു ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്സ് നിലനിർത്തണം. ഓക്കെ. യെസ് അലീന, കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇനി ക്ലിയർ ആണോ? ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? സ്റ്റാഫുകൾക്കിടയിൽ എന്താണ് നല്ല രീതിയിലുള്ള സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ എന്താണ് മറ്റു ഡിപ്പാർട്ട്മെന്റ്സുകളുമായിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കുക, ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കുക. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്താണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാല്? അതായത് ഒരു വാർഡില് പലതരത്തിലുള്ള ടാസ്കുകൾ, ഡ്യൂട്ടീസുകൾ എന്നിവ ഉണ്ടായിരിക്കും അല്ലെ? അതെല്ലാം എന്താണ് അത് എല്ലാവർക്കും തന്നെ പല രീതിയിൽ അത് വീതിച്ചു കൊടുക്കുന്നു അല്ലെ? ഓരോ ഡ്യൂട്ടീസ് ആയാലും ടാസ്കുകളായാലും എന്താണ് അത് ആ ഒരു
ഓരോ വർക്കേഴ്സിനും ഓരോ നഴ്സിംഗ് സ്റ്റാഫിനും അത് കൃത്യമായ രീതിയിൽ അത് വീതിച്ചു കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു അതോറിറ്റി ബേസിൽ നിന്ന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങള് ആ വാർഡിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഓരോ വർക്കേഴ്സിനും ഹോസ്പിറ്റൽ വർക്കേഴ്സിന് നൽകുന്നത്. അതായത് ഒരു വാർഡിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എന്ത് ഡെലിഗേഷൻ എന്ന് പറയുന്നത്, ഡെലിഗേഷൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത പോയിന്റ് പറയട്ടെ. അടുത്ത പോയിന്റ് വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്. വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ് എന്താണ് വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്? ഒരു വാർഡുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ് എന്താണ്? ഒരു വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെ, അതായത് ഒരു എന്താണ് അത് ആ വാർഡിന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കോർഡിനേഷൻ അല്ലെ, ഇതൊക്കെ എന്താണ് വെൽ ഡിസൈൻ ചെയ്തതായിരിക്കും അല്ലെ, കൃത്യമായ ഒരു നിയമാവലിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അത് അതേ രീതിയിൽ തന്നെ എന്താണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഒരു വാർഡിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിക്കും? ഒരു വാർഡില് ഏതെല്ലാം പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിക്കും ഒരു നഴ്സിംഗ് സ്റ്റാഫുകൾക്ക്? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് വാർഡിൽ നടത്താൻ സാധിക്കുന്നത്? പേഷ്യൻസ് കെയറുകള്, ടൈം മാനേജ്മെന്റ് ആൻഡ് ആക്യുറേറ്റ് സർവീസസ്, പേഷ്യന്റ് ഡീറ്റെയിൽസ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? പേഷ്യന്റിന് പ്രത്യേക ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കാൻ സാധിക്കില്ലേ? ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് അസൈൻമെന്റിൽ ഉൾപ്പെടുന്നതല്ലേ? പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടോ എന്താണ് അവര് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ കൊടുക്കാനായിട്ട് ഓക്കെ അവയർനെസ് ക്ലാസ്സുകൾ ഏതെങ്കിലും റിസ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇവിടെ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നല്ലൊരു വാർഡാണെങ്കിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. നല്ലൊരു വാർഡ് ആവണമെങ്കിൽ എന്താണ് ഇത്തരം അസൈൻമെന്റ്സുകളൊക്കെ വാർഡുമായി ബന്ധപ്പെട്ട അസൈൻമെന്റ്സുകളൊക്കെ ഇവിടെ നടപ്പാക്കപ്പെടുന്നതാണ്. ഓക്കെ, then well arranged time for personnel. Well arranged time for personnel. Well arranged time for personnel എന്താണ് അവിടെ പറയുന്നത്? പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? സ്റ്റാഫുകൾക്ക് പ്രത്യേകമായ ഒരു ഡ്യൂട്ടി ടൈമുകള് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? ഓക്കെ, അപ്പോ എന്താണ് ആ ഒരു ഫിക്സ് ചെയ്ത ടൈമിൽ തന്നെ അവർ എത്തിയില്ലെങ്കിൽ എന്താണ് കൃത്യമായ ടൈമിൽ അവർ എത്തിയില്ലെങ്കിൽ എന്താണ് പേഷ്യൻസിനെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത്. അങ്ങനെ ധൃതി പിടിച്ച് വളരെ കൃത്യമായ ഒരു സമയം മെയിൻറ്റെയിൻ ചെയ്യാതെ വന്ന നഴ്സുമാർക്ക് എന്താ സംഭവിക്കുന്നത്? അവർ കുറച്ചുകൂടി ഫീൽ സ്ട്രെസ്ഡ് ആയിരിക്കും അല്ലെ, ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിരിക്കും ആൾക്കാർ. അപ്പൊ എന്താണ് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നതിലായിരിക്കും അത് കൂടുതൽ ബാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കിലേക്ക് അത് വഴിവെക്കും അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും കൃത്യമായിട്ടൊരു ടൈം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ടൈം തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. നല്ല കൃത്യമായ ഒരു കെയർ
ഒരു നഴ്സിംഗ് സ്റ്റാഫിന് അവിടെ കൃത്യമായിട്ട് നൽകാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്താണ്, തന്നിരിക്കുന്ന സമയം അതുപോലെ തന്നെ വിനിയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്? യെസ്. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. എന്താണ് അവിടെ ഗുഡ് ടീച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. To focus attention of medical students, അല്ലേ? മെഡിക്കൽ സ്റ്റുഡൻസിന് സൂപ്പർവിഷൻ കിട്ടുന്നത് എവിടെയാണ്? നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ലേ, അവർക്ക് കൂടുതൽ സൂപ്പർവിഷൻ കിട്ടുന്നത് ഒരു വാർഡ് മാനേജ്മെന്റിലൂടെയാണ്. ഓക്കെ, ടു ഫോക്കസ് അറ്റൻഷൻ ഓഫ് മെഡിക്കൽ സ്റ്റുഡൻസ്. യെസ്, മെഡിക്കൽ സ്റ്റുഡൻസിനെ മേൽനോട്ടം വഹിക്കാനായിട്ട്, സൂപ്പർവൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഓക്കെ. അപ്പൊ ഒന്നുകൂടി ഒന്ന് നോക്കിയേ, എന്തൊക്കെയാണ് ഒരു ഫാക്ടേഴ്സ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു ഗുഡ് വാർഡിന് വേണ്ടത്? ഒരു ഗുഡ് വാർഡ് മാനേജ് ചെയ്യുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നിയമാവലികളും പ്രോട്ടോകോൾസുകളും എന്താണ്? ഫോളോ ചെയ്യുക. നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. എന്താണ്? വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡ്യൂട്ടീസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് നല്ല രീതിയിൽ എന്താണ്? പെർഫോം ചെയ്യുകയും വേണം. വാർഡുമായി ബന്ധപ്പെടുന്ന ഡ്യൂട്ടീസുകൾ ഏതൊക്കെയാണ്? പേഷ്യന്റ് കെയർ, പേഷ്യന്റ് സപ്പോർട്ട്, പേഷ്യന്റ് ഹൈജീനിക്, then admission process and discharge process, hospital clinics. ഇത്തരം കാര്യങ്ങളാണ് എന്ത്? ഒരു ഹോസ്പിറ്റൽ വാർഡ് ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ കൃത്യമായ രീതിയിൽ അറിഞ്ഞിരിക്കുകയും അത് ഫലപ്രദമായിട്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക. പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. ഏതൊരു ദിവസത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്? കൃത്യമായ രീതിയിൽ പ്ലാനിങ്ങോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ചെയ്യുന്ന വർക്ക് കൃത്യമായിട്ട് നടത്തപ്പെടാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലാനിങ്, നല്ലൊരു ആസൂത്രണം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം എന്താണ്? കൃത്യസമയത്ത് തന്നെ എന്താണ്? വാർഡിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അടുത്ത പോയിന്റ് എന്താണ്? പ്രിവെന്റിങ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റുട്ടീൻ. വാർഡിന് റുട്ടീനുമായി ബന്ധപ്പെട്ട് വരുന്ന യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ തന്നെ വാർഡ് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. യാതൊരുവിധ ഇന്ററപ്ഷൻസും ഒന്നും അവിടെ അനുവദിച്ചുകൂടാ. അതായത് കൃത്യസമയത്തുള്ള സന്ദർശന സമയത്തല്ലാതെ തന്നെ മറ്റ് ആൾക്കാരെ ഒന്നും പ്രവേശിപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. Use of democratic methods in the establishment of ward policy. അവർക്ക് ജീവനക്കാരിൽ തന്നെ എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, എല്ലാവരെയും പങ്കാളിത്തം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം, മെത്തേഡ്സുകളായിരിക്കണം, യൂണിറ്റ് ഉണ്ടായിരിക്കണം എല്ലാ വാർഡ് മെമ്പേഴ്സും തമ്മിൽ. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. പുതിയ ആശുപത്രി ജീവനക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനങ്ങൾ നൽകുക. മെയിൻ്റെനൻസ് ഓഫ് സൂട്ടബിൾ എൻവയോൺമെന്റ്. ഹോസ്പിറ്റൽ വാർഡിന്റെ അന്തരീക്ഷം ഏത് രീതിയിലായിരിക്കണം? സൈലൻസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, ജെയിം ഫ്രീ ആവുക, നല്ല രീതിയിലുള്ള എയർ ഫിൽട്രേഷൻ ഉള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം ഒരു വാർഡില് ഉണ്ടായിരിക്കേണ്ടത്. പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്. വാർഡിൽ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും എന്നാൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് കൃത്യമായി ചെക്ക് ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സ് ഓർഡേഴ്സ്. ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെയും നിർദ്ദേശങ്ങള് വായിക്കുക. ആക്യുറേറ്റ് റെക്കോർഡ്സ് ഫോർ റെക്കോർഡ്സ്. എല്ലാ ക്ലിനിക്കൽ റെക്കോർഡ്സുകളും അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സുകളും കൃത്യമായി
സൂക്ഷിച്ചു വെക്കും. എല്ലാം കൃത്യമായ രേഖകള് ഉണ്ടായിരിക്കണം. Maintenance of high morale among all staff members. സ്റ്റാഫ് മെമ്പേഴ്സ് തമ്മിൽ എന്താണ് നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു മനോധൈര്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുകളുമായിട്ട് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കണം. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, വാർഡിൽ നൽകേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും ടാസ്ക് ആയാലും ഡ്യൂട്ടീസ് ആയാലും അത് കൃത്യമായ രീതിയിൽ എന്താണ് ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് നടപ്പിലാക്കണം. വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്, വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് തരത്തിലുള്ള അസൈൻമെന്റ്സുകളും കൃത്യമായ രീതിയിൽ അവിടെ നടപ്പാക്കുക. വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന പ്രത്യേക ടൈമുകളിൽ കൃത്യമായ രീതിയിൽ അത് വിനിയോഗിക്കുക. അതില്ലാതെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മിസ്റ്റേക്കുകൾ വരുത്തുവാനായിട്ട് സാധ്യതയേറെയാണ്. ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ, എന്താണ് മെഡിക്കൽ സ്റ്റുഡൻസിന് ടീച്ചിങ് രീതിയിൽ സൂപ്പർവൈസ് ചെയ്യുന്നതിനുള്ള എന്താണ് ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന മെഡിക്കൽ സ്റ്റുഡൻസിനെ എഴുതിയിട്ടുള്ള സൂപ്പർവിഷൻ ഗുഡ് പാർട്ടേഴ്സ് മാനേജ്മെന്റ് മേൽകൊണ്ട് വഹിക്കാനായിട്ടും ഒക്കെ പ്രാപ്തരാക്കും. ഓക്കെ, ഇത് നിങ്ങളൊന്ന് പറഞ്ഞേ. അലീന ഒരു 2 പോയിന്റ്സ് ഒന്ന് പറഞ്ഞേ. ബാക്കി എല്ലാവരും പറയണേ. 2 പോയിന്റ്സ് ഒന്ന് പറഞ്ഞ അലീന. മ്യൂട്ടല്ലല്ലോ, പറഞ്ഞോളൂ. ഇപ്പൊ ഒരു വാർഡിലെ പ്രോട്ടോകോൾസും പോളിസീസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ വാർഡിലെ ഉള്ള ഡ്യൂട്ടീസും അതിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് കെയർ, പിന്നെ പേഷ്യന്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ പേഷ്യന്റിന്റെ സപ്പോർട്ട്സ്, പിന്നെ പേഷ്യന്റ് ഹൈജീൻസ്, പിന്നെ പേഷ്യന്റ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് പ്രോസസ്സസ്, പിന്നെ വാർഡ് ആൻഡ് ഹോസ്പിറ്റൽ ക്ലീനിങ്, അതൊക്കെയാണ് അതിന്റെ ഡ്യൂട്ടീസ്. അടുത്ത ആളെന്ന് പറഞ്ഞേ, പേര് വിളിക്കാട്ടോ. ആര്യ മോഹൻ, അടുത്ത പോയിന്റ് പറഞ്ഞേ. ആര്യ മോഹൻ. ഷൈമ KS. ഷൈമ. ഷിജിത ഷിജി. ഷിജിത കേൾക്കുന്നുണ്ടോ? ചോദിച്ച പിന്നെ ആരും മിണ്ടരുത് കേട്ടോ. അലീന കംപ്ലീറ്റ് ചെയ്ത് വായിച്ചോ. മൂന്നാമത്തെ പോയിന്റ് വരെയല്ലേ മിസ്സേ? എല്ലാ എവറി ഡേസിലും വർക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിനെ നമ്മൾ എല്ലാം ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ
എന്തെങ്കിലും പിന്നെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രിവെന്റ് ചെയ്യണം. പിന്നെ അടുത്ത പോയിന്റ് പിന്നെ നമുക്കൊരു യൂണിറ്റി ഉണ്ടായിരിക്കണം പോളിസീസ് ഒക്കെ ചെയ്യുമ്പോൾ. അസംബ്ലി യൂണിറ്റ് ഉണ്ടായിരിക്കണം. വാർഡ് പോളിസീസ് ഒക്കെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഓക്കെ, അതായത് എല്ലാ ജീവനക്കാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോളിസീസ് ആയിരിക്കണം സ്വീകരിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. പിന്നെ പുതിയ സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ വരുമ്പോ അവർക്ക് ഓറിയന്റേഷൻ ക്ലാസ് ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഒരു ഗുഡ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് നമ്മ മെയിൻറ്റെയിൻ ചെയ്യണം. ജം ഫ്രീ ആയിട്ടുള്ളതും പിന്നെ നല്ല അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ളതൊക്കെ. പിന്നെ ഏത് രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം? ജം ഫ്രീ, പിന്നെ ഫ്രീ ആയിരിക്കണം, സൈലൻസ് ആയിരിക്കണം അല്ലെ, എക്സ്പെക്ടേഷൻ ഒക്കെ ഉള്ള എൻവയോൺമെന്റ് ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ എഫിഷ്യന്റ് ആയിട്ട് വർക്കിംഗ് കണ്ടീഷനിലാണോ എന്നൊക്കെ നമ്മ ചെക്ക് ചെയ്യണം. പിന്നെ ക്ലിയർ കട്ട് ചെയ്യണം ഡോക്ടേഴ്സിന്റെ ഓർഡേഴ്സും നേഴ്സസിന്റെ ഓർഡേഴ്സും ഒക്കെ അല്ലേ. എന്താണ് ആദ്യത്തെ തരുന്ന ഓർഡേഴ്സുകൾ നമ്മൾ സ്വീകരിക്കണം അല്ലെ, പേഷ്യൻസിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെ, പേഷ്യന്റ് കെയറിന് വേണ്ടിയിട്ടാണ് അവര് നിർദ്ദേശങ്ങൾ നൽകുന്നത്. അപ്പൊ അത് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത പോയിന്റ് പറഞ്ഞേ, ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സ്, ക്ലിനിക്കലായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം. പിന്നെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും നമ്മ മൊറയില് സെൽഫ് കോൺഫിഡൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാ കാര്യങ്ങളിലും, എല്ലാ സ്റ്റാഫ്സും. പിന്നെ അടുത്ത് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഓരോ അതോറിറ്റിക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മ ഇങ്ങനെ വീതിച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്, അവയർനെസ് ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അസൈൻമെന്റ്സ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യാം. പിന്നെ വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽസ്, പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ തന്നെ ഹോസ്പിറ്റലിൽ വാർഡിൽ എത്താൻ നോക്കാം രോഗീനെ കെയർ ചെയ്യാനായിട്ട്. പിന്നെ ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻസ്, നേഴ്സിംഗ് സ്റ്റുഡൻസിന് ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ സൂപ്പർവിഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, വെരി ഗുഡ് അലീന. താങ്ക് യു മിസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡ്യൂട്ടീസ് ആണ്. ഇത് നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇനി അടുത്ത ക്ലാസ്സിലൂടെ കുറച്ച് സ്പീഡിൽ ഒന്ന് പോകാം കേട്ടോ. നമുക്ക് ശ്രദ്ധിച്ചിരിക്കണേ. ഇനി ഈ ഒരു ഭാഗം കുറച്ചുകൂടി ഉള്ളൂ, നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം. നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. താങ്ക് യു മിസ്.